ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾക്ക് രണ്ട് രീതിയിൽ ജീവിക്കാം. ഒന്നുകിൽ നല്ലൊരു വ്യക്തിയായിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ ഒരു ചീത്ത വ്യക്തിയായിട്ട് ജീവിക്കാം. ഏത് വേണം എന്നുള്ളത് നമ്മുടെ ചോയ്സാണ്. 99% ആളുകളും നല്ല വ്യക്തിയായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കും. എങ്കിലും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു ഡൗട്ട് ഉണ്ടാവും, അല്ലേ? നമ്മൾ നല്ലൊരു വ്യക്തിയാണോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ഉണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടാവും. നല്ലൊരു വ്യക്തിയാണെങ്കിൽ ഈ പറയുന്ന 5 ലക്ഷണങ്ങളാണ് സാധാരണയായിട്ടുള്ളത്. അതിലാദ്യത്തേത്, നിങ്ങളിപ്പോഴും ജീവനോടെ ഇരിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ നല്ല വ്യക്തിയാണ്. കാരണം ഒരു ഡിപ്രഷനോ ഒരു പ്രശ്നങ്ങളിലോ ചെന്ന് പെടാതെ, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാതെ ധൈര്യത്തോടെ ഇപ്പോഴും ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള, ബോൾഡായിട്ടുള്ള ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു പോയിട്ടുണ്ടാവും. പലപ്പോഴും മരിക്കണമെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടാവും, മരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടാവും. പക്ഷേ അവിടെ നിന്നെല്ലാം തിരിച്ചു വന്ന് വീണ്ടും ഡബിൾ സ്ട്രോങ് ആയിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല. അത്രയ്ക്കും നല്ലൊരു വ്യക്തിയാണ് നിങ്ങൾ. രണ്ടാമത്തെ ലക്ഷണം, മറ്റുള്ളവർക്ക് നല്ലത് വരണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ്. കാരണം മറ്റുള്ളവർക്ക് നല്ലത് മാത്രമേ വരാവൂ എന്നെപ്പോഴും പ്രാർത്ഥിക്കുകയും അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാളുടെ മനസ്സ് ശുദ്ധമായിരിക്കും. ചിലപ്പോൾ നിങ്ങളെ പലരും ദ്രോഹിച്ചിട്ടുണ്ടാകും, ചതിച്ചിട്ടുണ്ടാകും, പരിഹസിച്ചിട്ടുണ്ടാകും. എന്നാലും പ്രതികാരം വീട്ടാൻ പോകാതെ അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ ഉറപ്പായും നല്ലൊരു പേഴ്സണാലിറ്റി നിങ്ങൾക്കുണ്ട്. മറ്റൊരു മനുഷ്യൻ്റെ നല്ലത് മാത്രം ആഗ്രഹിക്കുന്ന മനുഷ്യന് മാത്രമേ നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കുവാനും കഴിയുള്ളൂ. സ്വാർത്ഥതയില്ലാത്ത ജീവിതം, അതായത് ഞാൻ മാത്രം നന്നായിട്ട് ജീവിച്ചാൽ മതി എന്നൊരു ചിന്തയില്ലാതെ മറ്റുള്ളവരും നന്നായി ജീവിക്കട്ടെ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു വ്യക്തിയാണ് നിങ്ങൾ. മൂന്നാമത്തെ ലക്ഷണം, നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് നിങ്ങളുടെ മാതാപിതാക്കൾക്കാണെങ്കിൽ നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ്. കാരണം നമ്മുടെ കൺകണ്ട ദൈവങ്ങൾ മാതാപിതാക്കൾ തന്നെയാണ്. അവരുടെ പെരുമാറ്റം നമ്മളോട് എങ്ങനെ ആയിക്കോട്ടെ, ചിലപ്പോൾ വളരെ റൂഡായിട്ടായിരിക്കാം, വളരെ സ്നേഹത്തോടെ ആയിരിക്കാം, പക്ഷേ അവർ നമ്മുടെ മാതാപിതാക്കളാണ് എന്ന തിരിച്ചറിവിൽ നമ്മൾ തിരിച്ച് നന്നായിട്ട് സ്നേഹിക്കുകയും അവരെ ബഹുമാനിക്കുകയും അവരെ കെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ്. കുഞ്ഞുനാളിൽ നമുക്ക് ആരുമില്ലാതിരുന്ന സമയത്ത്, നമ്മളെ നോക്കാൻ ആരുമില്ലാതിരുന്ന സമയത്ത് നമ്മളെ വളർത്തിയെടുക്കുകയും നമ്മുടെ കാര്യങ്ങളെല്ലാം നടത്തി തരികയും ചെയ്തത് നമ്മുടെ പേരൻസ് മാത്രമാണ്. അവർക്ക് കൊടുത്തിട്ടുള്ള പ്രാധാന്യം മാത്രമേ ബാക്കിയുള്ളവർ അർഹിക്കുന്നുള്ളൂ. പലപ്പോഴും നമ്മൾ ജീവിതത്തിൻ്റെ തിരക്കുകളിലേക്ക് പോകുമ്പോൾ മാതാപിതാക്കളെ മറന്നു പോകും, അവരെ ഫോൺ വിളിക്കാൻ മറന്നു പോകും, അവരെ കെയർ ചെയ്യാൻ മറന്നു പോകും. അതൊന്നും നല്ലൊരു വ്യക്തിയുടെ ലക്ഷണമല്ല. എന്ത് തിരക്കാണെങ്കിലും എത്ര ബുദ്ധിമുട്ടുകളാണെങ്കിലും മാതാപിതാക്കളെ അന്വേഷിക്കുകയും അവർക്ക് വേണ്ട സ്നേഹം കൊടുക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ്. നാലാമത്തെ ലക്ഷണം, നിങ്ങൾ മറ്റെന്തിനേക്കാളും കൂടുതൽ നിങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ്. അതായത് നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ?